ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ഡോർമെറ്ററി റൂം സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. ഡോർമെറ്ററി 24 hours സർവീസാണ്. AC നോൺ AC റൂംസ് ഉണ്ട്, AC ഡോർമെറ്ററി, ഫ്രഷ് അപ്സ് ആൻഡ് ക്ലോക്ക്. ഈ ഡോർമെറ്ററിയുടെ മെയിൻ പ്രത്യേകത എന്നാൽ നമുക്ക് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ പല ആവശ്യത്തിനും രാവിലെയൊക്കെ ആൾക്കാർ എത്തുന്നതാണ്. ഇൻ്റർവ്യൂ, ഫങ്ഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ, അല്ലാതെ പല പ്രോഗ്രാംസ്, പല ആവശ്യങ്ങൾക്കും എത്തുന്നതാണ്. അവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലമാണ് ഇത് ഡോർമെറ്ററി. ഇവിടെ നമുക്കൊരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു 50 രൂപ മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. ഫ്രഷപ്പ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാം. കൂടാതെ നമുക്ക് ഒരു AC ഡോർമെറ്ററിക്ക് 250 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൂടാതെ റൂംസ് ഉണ്ട്. ഇതാണ് മൊത്തം ഇവിടെ ഏകദേശം ഒരു 48 ഡോർമെറ്ററി ബെഡ്സ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ റൂം. ഫസ്റ്റ് തന്നെയുള്ള റൂമാണ്. 1 ആണ് എൻ്റെ ആ ഒരു ഡോർമെറ്ററി ബെഡ്. AC ആണ്, അത്യാവശ്യം നല്ല റൂംസാണ്. ഇതാണ് എൻ്റെ ഒരു കിടക്കാനുള്ള ബെഡ്. Aയിലെ 1 ആണ് എൻ്റെ ഒരു ഡോർമെറ്ററി ബെഡ്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4, 6, 7 പേരാണ് ഈ റൂമിൽ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതേപോലത്തെ മൊത്തം 6 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രത്യേകിച്ച് നമുക്കൊരു ഫംഗ്ഷൻ, ഒരു 1 ഡേ ഫംഗ്ഷനൊക്കെ വരുന്നതും ഒരു എക്സാമിനൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും. രാവിലെ ഇവിടെ വന്ന് ഫ്രഷപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഡോർമെറ്ററി ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് മാറി നമുക്ക് എക്സാം അല്ലെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടുന്ന് പോകാവുന്നതാണ്. ഇതവിടെ ക്യാബിൻസ് അവൈലബിൾ ആണ്. സ്റ്റോറേജ് സ്പേസ് ആണ്. അതിന് ലോക്കൊക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസിൽ വെച്ച് ലോക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റിയാണ്. പെട്ടിക്കൊന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്ത് വെക്കേണ്ട കാര്യമില്ല. സാധാരണ ലോക്കറൊക്കെ അവൈലബിൾ ആണല്ലോ ഒരു ഡോർമെറ്ററിയിൽ കാണുന്നത് പോലെ തന്നെ. പിന്നെ ഇവിടെ റൂം എടുക്കാൻ വേണ്ടി വേണ്ടത് ആധാർ വേണം. ആധാർ അവർ ചോദിക്കും, അതായത് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസൊക്കെ അവർ ആ ഒരു ഡെസ്കിൽ, ഫ്രണ്ടിൽ കാണുന്ന ഡെസ്കിൽ അവിടെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. GPay ചെയ്യാം. GPay അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ തലസ്ഥാനമായതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കും ആൾക്കാർ വരുന്നതാണ് തിരുവനന്തപുരത്ത്. ഒരിക്കൽ വളരെ ഉപകാരപ്രദമായൊരു സംവിധാനമാണ് ഇത്. ഫ്രഷപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡോർമെറ്ററി വേണമെങ്കിൽ ഉപയോഗിക്കാം. 12 hours 250 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. AC ആണ്. ഇതിപ്പോൾ 24 hours എടുക്കുവാണെങ്കിൽ 500 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ലൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ അവിടെ ഇതൊക്കെ ഉണ്ട്, സ്വിച്ച് ബോർഡ്സും ചാർജിങ് പോയിൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അതാണ് ഡെസ്ക്. പിന്നെ ഇത് ടോയ്ലറ്റ് ഏരിയ ആണ്. ഒരു 4 വാഷ്റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കോമൺ വാഷ് ബേസിൻ അവിടെ ഉണ്ട്. 4 വാഷ്റൂംസ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവരെന്തായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റോ പബ്ലിക് വാഷ്റൂംസൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം വൃത്തി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് അത്യാവശ്യം വൃത്തിയുണ്ട്. നമ്മൾ റൂം എടുക്കുന്ന ഇതെന്തായാലും വരില്ല. റൂമിന് എന്തായാലും ഒരു 1500 to 2000 മിനിമം ചാർജ് ഇവിടെ തിരുവനന്തപുരത്ത് വരും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഒരു കാര്യത്തിനൊക്കെ വന്ന് പിന്നെ പുറത്ത് പോയി പിന്നെ വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സംവിധാനം വളരെയധികം ഉപകാരപ്പെടും. അതിൻ്റെ വിൻഡോയിലൂടെ നമുക്ക് അത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഡോർമെറ്ററി എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. തമ്പാനൂർ മറ്റേ KSRTC സ്റ്റാൻഡിലേക്ക് കയറുന്ന ഇടതുവശത്താണിത്. സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, ഒരു മഞ്ഞ ബോർഡ് വെച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കയറുക. അതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ഈ സ്റ്റെപ്സ് കയറി നമുക്ക് ഈ ഡോർമെറ്ററിലേക്ക് പോകാൻ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഡോർമെറ്ററിൻ്റെ. അപ്പോൾ അവിടെ നമ്മളൊരു കയറി 1ാം നിലയിൽ കയറി കഴിഞ്ഞാൽ അവിടെയാണ് റിസപ്ഷൻ ഉള്ളത്. ഇതാണ് ആ സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റ്. ഞാനവിടെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ചായ കുടിക്കാൻ ഇറങ്ങി. നല്ല പൂരി ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇതാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡാണ്. അവിടെ നിങ്ങൾക്ക് KTDFC KSRTC എഴുതി കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സിനിമ സ്ക്രീനും അവൈലബിൾ ആണ്.
നിങ്ങൾക്കിപ്പം ട്രെയിനിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ റീടയറിംഗ് റൂം ഇതേപോലെ ചീപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 250 രൂപ മറ്റോ ആണ് വരുന്നത്. അല്ലാതെയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ഹോട്ടൽസിലൊക്കെ റൂം എടുക്കേണ്ടി വരും. ഒരു 1500 ഒക്കെ മിനിമം കൊടുക്കേണ്ടി വരും. AC ഒക്കെ ആണെങ്കിൽ 1500 മിനിമം എന്തായാലും വേണ്ടി വരും. നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിനൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് പുറത്തിറങ്ങി പിന്നെ വൈകുന്നേരം വരുന്നതാണെങ്കിൽ ഈ സംവിധാനമാണ് കുറച്ചും കൂടെ ബെറ്റർ. വെറുതെ നമ്മളധികം റൂംസിൻ്റെ ആവശ്യവുമില്ല, നമ്മൾ റൂമിലുണ്ടാവില്ലല്ലോ. നമ്മൾ വന്ന് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകാനാണെങ്കിലോ നമ്മുടെ പേപ്പർ ശരിയാക്കാനോ സർട്ടിഫിക്കറ്റ് ശരിയാക്കാനോ ഒക്കെ ആണെങ്കിൽ അതിന് വേണ്ടി പോവുമല്ലോ. പിന്നെ മിക്കവാറും നമ്മൾ വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ തിരിച്ചു പോകും, രാവിലെ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയാണ് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. 2-3 ദിവസമൊക്കെ എടുക്കണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുകളിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഒരു വൈഡ് ആംഗിൾ വ്യൂ ആണ്. അപ്പം പല ആവശ്യങ്ങൾക്കും തിരുവനന്തപുരത്ത് വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായൊരു സംവിധാനമായിരിക്കുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.